ലോകം മൊത്തം ഏത് മൂലയിൽ ചെന്നാലും മലയാളി ഉണ്ടെന്നാണ്. ഇവിടെ മൊത്തം കിറങ്ങി അധ്വാനിച്ച് കാശുണ്ടാക്കി ഇതിൽ നമുക്ക് നമ്മുടെ തലച്ചോറിനും അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ തലച്ചോറ് ഉള്ളത് കൊണ്ടുമാണ് നമുക്ക് എല്ലായിടത്തും ജോലി കിട്ടുന്നതും ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുന്നതും. പക്ഷെ ഉണ്ടാക്കിയ കാശ് അതിനെ വേണ്ടുവോളം വളർത്തിയെടുക്കാനുള്ള മേഖലകളായ ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലൊന്നും കാശ് പോകുന്നില്ല. ജനസംഖ്യ കേരളത്തിൻ്റെ ഇരട്ടിയാണ് തമിഴ്നാട്. പക്ഷേ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 30,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ആനുവലി. തമിഴ്നാടിൻ്റെത് 3,15,000, കേരളത്തിൻ്റെ 2,85,000, വെറും 30,000 രൂപയുടെ വ്യത്യാസം മാത്രം. സോ നമ്മുടെ ലിറ്ററസിയും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറയിലല്ല. ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറയിലാണ്. എവിടെയൊക്കെയാണ് ഈ കാശ് പോകുന്നത്? വലിയ തോതിൽ വീട് കെട്ടുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് കാശ് ചെന്ന് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സേവിങ്സ് കൂടുതലും നല്ലൊരു ശതമാനം ചിട്ടി കമ്പനി വഴി പോകുന്നു. ഇതാണ് കേരളം പൊതുവേ ചെയ്ത മിസ്റ്റേക്സ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. കേരളം ലിറ്ററസിയുടെ കാര്യത്തിൽ, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലാണ്. ഇപ്പോഴ് കേരളം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എല്ലാം ചേർത്ത് നോക്കിയാൽ 3-ാം സ്ഥാനത്താണ്. മിസോറാം, നാഗാലാൻഡ് പോലെ ഉള്ള ചെറിയ സ്റ്റേറ്റ്സാണ് അതിന് മുകളിൽ നിൽക്കുന്നത്. ഒരുവിധം പോപ്പുലേഷനും ഏരിയയും ഉള്ള സ്റ്റേറ്റ്സിൽ നോക്കുമ്പോൾ ഓഫ്കോഴ്സ് കേരളമാണ് നമ്പർ 1, അങ്ങനെ ആ കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ. പക്ഷേ നമ്മുടെ ഈ വിദ്യാഭ്യാസവും അതുകൊണ്ട് ഗുണമുണ്ട്, ഒരിക്കലും സംശയമില്ല. പക്ഷേ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിനെ നിക്ഷേപം ചെയ്യുമ്പോൾ എത്രമാത്രം ഉപയോഗിക്കുന്നു? നമ്മൾ ഉള്ള ബുദ്ധി നിക്ഷേപം എന്ന് വരുമ്പോൾ ബുദ്ധിപൂർവമാണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാലും ഇല്ല എന്ന് നിസ്സംശയം പറയേണ്ടി വരും. ഇത് വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, ഇത് ഡേറ്റ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൂഫാണ്. അതായത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ ഏതാണ്ട് 3.5 കോടിയാണ്. നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റേറ്റായ തമിഴ്നാടിൻ്റെ നോക്കുമ്പോൾ ഏതാണ്ട് 7.5 കോടി കവിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് തമിഴ്നാടിൻ്റെ പകുതിയാണ്, എക്സാക്ട്ലി പകുതി അടുപ്പിച്ചാണ് കേരളത്തിൻ്റെ ജനസംഖ്യ. ഇപ്പോൾ നമുക്ക് ശരിക്കും കോൺക്രീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ അസറ്റ് സെൻറ്റർ മാനേജ്മെൻറ്റ്. അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ ഓരോ സ്റ്റേറ്റും കൺട്രി മുഴുവനും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന മൊത്തം അമൗണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇക്കാര്യത്തിൽ തമിഴ്നാട് മൊത്തം ഉള്ള AUM, അതായത് മൊത്തത്തിൽ മ്യൂച്വൽ ഫണ്ട്സിൽ തമിഴ്നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഏതാണ്ട് 3.25 ലക്ഷം കോടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിൻ്റെ പോപ്പുലേഷൻ തമിഴ്നാടിൻ്റെ പകുതിയാണെന്ന്. എന്നാൽ ഈ AUM വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പം എല്ലാം വെച്ച് നോക്കുമ്പോഴും അറ്റ്ലീസ്റ്റ് പകുതിയാവേണ്ടേ തമിഴ്നാടിൻ്റെ, പകുതിയാവേണ്ടേ കേരളത്തിൻ്റെ? അതല്ല എന്നാണ് ഡേറ്റ പ്രൂവ് ചെയ്തേക്കുന്നത്. തമിഴ്നാടിൻ്റെ AUM 3.25 കോടി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ AUM വെറും 1,05,000 കോടി മാത്രമാണ്. ഏതാണ്ട് 1/4 ഉള്ളൂ തമിഴ്നാട് AUMൻ്റെ, 1/4 ഉള്ളൂ കേരളത്തിൻ്റെ AUM. ഇപ്പോൾ ശരിക്കും കേരളത്തെക്കാളും പുറയിലാണ് തമിഴ്നാട് ലിറ്ററസിയിൽ. സമ്പത്തിൻ്റെ കാര്യം അളക്കാൻ അനുയോജ്യമായ സൂട്ടബിളായ ഒരു ഡേറ്റ പെർ ക്യാപിറ്റ ഇൻകമാണ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ശരാശരി അവിടുത്തെ ഒരാൾ ഒരു കൊല്ലം എത്ര ഇൻകം, എത്ര വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ള ഡേറ്റയാണ് പെർ ക്യാപിറ്റ ഇൻകം. ഈ പെർ ക്യാപിറ്റ ഇൻകം തമിഴ്നാടിൻ്റെ കാര്യത്തിൽ 3.15 lakhs ആണ്. അതായത് 3,15,000 രൂപയാണ് ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം തമിഴ്നാടിൻ്റെ ഒരു കൊല്ലത്തിന്. കേരളത്തിൻ്റെ ഒട്ടും പുറയിലല്ല, 2,87,000 ഉണ്ട് എന്ന് പറയുമ്പോൾ ജനസംഖ്യ കേരളത്തിൻ്റെ ഇരട്ടിയാണ് തമിഴ്നാട്. പക്ഷേ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 30,000 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ ആനുവലി. തമിഴ്നാടിൻ്റെത് 3,15,000, കേരളത്തിൻ്റെ 2,87,000, വെറും 30,000 രൂപയുടെ വ്യത്യാസം മാത്രം. സോ നമ്മുടെ ലിറ്ററസിയും സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറയിലല്ല. ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറയിലാണ്. തൊട്ടടുത്ത് ഉള്ള സ്റ്റേറ്റിൽ, അതായത് ലിറ്ററസിയിൽ കുറച്ച് താഴെയുള്ള ഒരു സ്റ്റേറ്റിൽ ചെയ്യുന്ന അത്രയും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടക്കുന്നില്ല. എവിടെയൊക്കെയാണ് ഈ കാശ് പോകുന്നത്? വലിയ തോതിൽ വീട് കെട്ടുന്നു, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് കാശ് ചെന്ന് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സേവിങ്സ് കൂടുതലും നല്ലൊരു ശതമാനം ചിട്ടി കമ്പനി വഴി പോകുന്നു. ഇതാണ് കേരളം പൊതുവേ ചെയ്ത മിസ്റ്റേക്സ്. അതുകൊണ്ട് നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കാശ് ചെന്നെത്തുന്നില്ല. ഇതും ഒരു കാരണമാണ്. ശരാശരി ഒരു മലയാളി നമുക്കിവിടെ കൂടുതൽ കാശൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമ്മുടെ സമ്പത്ത് കുറവാണ്, നമ്മൾ നാട് വിട്ട് പുറത്ത് ചെന്ന് കാശുണ്ടാക്കാൻ പറ്റിയാലേ നമ്മുടെ വീട് പച്ച പിടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ധാരണയ്ക്കൊക്കെ കാരണം നമ്മൾ ഒന്നിൽ വലിയ റിട്ടേൺസ് തരാത്ത റിയൽ എസ്റ്റേറ്റ്, ഇക്വിറ്റിയുടെ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് തരാത്ത
ഗോൾഡ്, പിന്നെ വലിയ റിട്ടേൺസ് ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ ഒരു പ്രോഡക്റ്റായ ഒരു ചിട്ടിയിൽ, അതായത് ചിറ്റ് ഫണ്ടിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ 3 മേഖലകളുമാണ് കാശ് മൊത്തം വലിച്ചെടുക്കുന്ന കേരളീയരുടെ. ഇതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ് ഇങ്ങനത്തെ ഗ്രോത്ത് കൂടുതൽ നേടാനുള്ള, വെൽത്ത് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള നിക്ഷേപങ്ങളിൽ കാശ് വേണ്ടുവോളം വരുന്നില്ല. ഇപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ഒബ്സസ്ഡ് ആണ്. റിയൽ എസ്റ്റേറ്റ്, ഒരു വലിയ വീട്, സ്വർണം, കല്യാണത്തിന് 100 കണക്കിന് പൗരന് സ്വർണം കൊടുക്കണം. ഇങ്ങനത്തെ ആഡംബരങ്ങളിൽ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ, ബാക്കിയുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കാൻ, നമുക്ക് ആസ്തി ഉണ്ടെന്ന് പ്രദർശിപ്പിക്കാൻ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ശരിക്കും ഗ്രോത്ത് കാര്യമായിട്ട് നൽകാത്ത ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമ്മുടെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനം എന്ന് പറയുമ്പം 80-90% ഒക്കെ പോയി കയറുന്നത് ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ബുദ്ധി നമ്മൾ വേണ്ടുവോളം ആവശ്യമുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ ഉപയോഗിക്കുന്നില്ലെന്ന് പറയാം. ബുദ്ധിയുണ്ട് എല്ലാത്തിലും മോശമെന്നല്ല പറയുന്നത്, പക്ഷെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലല്ലാതെ വേറെ സ്റ്റേറ്റ്സിലായെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തു പോലും ചെന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, ലോകം മൊത്തം ഏത് മൂലയിൽ ചെന്നാലും മലയാളി ഉണ്ടെന്നാണ്, ഇവിടെ മൊത്തം കിറങ്ങി അധ്വാനിച്ച് കാശുണ്ടാക്കി, ഇതിൽ നമുക്ക് നമ്മുടെ തലച്ചോറിനും അതിൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ തലച്ചോറുള്ളത് കൊണ്ടുമാണ് നമുക്ക് എല്ലായിടത്തും ജോലി കിട്ടുന്നതും ഇത്രയും കാശുണ്ടാക്കാൻ പറ്റുന്നതും. പക്ഷെ ഉണ്ടാക്കിയ കാശ് അതിനെ വേണ്ടുവോളം വളർത്തിയെടുക്കാനുള്ള മേഖലകളായ ഇക്വിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ഇതിലൊന്നും കാശ് പോകുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇതൊന്നും നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ, പുത്തരി ഒന്നല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാനിത് വെറും വാക്കുകൾ കൊണ്ട് പറയാതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റ കൊണ്ട് പ്രൂവ് ചെയ്തേക്കുവാണ്. ഇത് നിങ്ങളെ ഒന്ന് കടന്ന് ചിന്തിപ്പിക്കാൻ, ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ സംഭവിച്ച കോട്ടങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ചിട്ട്, ശരിയാണല്ലോ, നമ്മൾ നാട് ഓടുമ്പം നടുവേ ഓടണം എന്ന് നല്ല കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരുന്നതും, കൾച്ചറിൻ്റെ കാര്യത്തിലും ട്രഡീഷൻ്റെ കാര്യത്തിലും ഫോളോ ചെയ്യാനായിട്ടാണ് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത്. പക്ഷേ അബദ്ധങ്ങളിലും അതാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ചെയ്യുന്ന മിസ്റ്റേക്സും, പർട്ടിക്കുലർലി റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, ചിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെ കണ്ടാണ് ഇങ്ങനത്തെ ദോഷം, നമ്മുടെ വെൽത്തിന് വലിയ നേട്ടം ഒന്നും ഉണ്ടാക്കാത്ത ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലോ ബാക്കിയുള്ളവരെ കണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നുണ്ട്. ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് തന്നേക്കുന്ന ബുദ്ധി നല്ല രീതിക്ക് ഉപയോഗിച്ച് നമ്മൾ ആരെന്ന് നാടിനപ്പുറവും ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ട്, അത് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്ത് അത് വളർത്തിയെടുക്കാനും ഈ ബുദ്ധി നല്ല രീതിക്ക് ഉപയോഗിക്കണം. സോ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് കേരളീയർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റീസ് പോലത്തെ പ്രോഡക്ട്സിലാണ് 12% അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് ഒക്കെ നേടാൻ പറ്റുക. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചിട്ടിയിൽ ആൾമോസ്റ്റ് 0 റിട്ടേൺ ആണ്. ലേലത്തിൽ ആരെങ്കിലും നേരത്തെ എടുക്കുവാണെങ്കിൽ ഒരു 6-7% ഒരു നേട്ടം ഉണ്ടാവും. അതൊഴിച്ചാൽ അല്ലാതെ വെറും സേവിങ്സിന് വേണ്ടി മാത്രം ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിൽ ആൾമോസ്റ്റ് 0 റിട്ടേൺസ് ആണ്. ഗോൾഡ് കഴിഞ്ഞ 3 കൊല്ലം അല്ലെങ്കിൽ ഈവൻ കഴിഞ്ഞ 25 കൊല്ലവും ഒരുവിധം ഗോൾഡിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ 10-15 കൊല്ലവും അങ്ങനെയല്ല. നമ്മൾ എല്ലാ 10-year പീരിയഡ്സും 15 വർഷം പീരിയഡും 20 വർഷം പീരിയഡൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ 70-80% ഓഫ് പീരിയഡിൽ ഗോൾഡ്, ഇക്വിറ്റിയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരുപാട് പുറകെ നിൽക്കത്തുള്ളൂ. ഈ കഴിഞ്ഞ 25 കൊല്ലത്തെ കാര്യം പറയുമ്പോഴും വെറും നിഫ്റ്റിയെ മാത്രമാണ് ഗോൾഡ് ബീറ്റ് ചെയ്തേക്കുന്നത്. ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിനെ ഗോൾഡ് ബീറ്റ് ചെയ്തിട്ടില്ല. ഈ സ്വർണത്തിൻ്റെ സ്വർണ്ണകാലമായ കഴിഞ്ഞ 25 കൊല്ലത്തിലും സംഭവിച്ചേക്കുന്നത് ഇത് മാത്രമാണ്. നിഫ്റ്റിയാണ് ബീറ്റ് ചെയ്തേക്കുന്നത്. ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സിനെ ബീറ്റ് ചെയ്തിട്ടില്ല. റിയൽ എസ്റ്റേറ്റ്, നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു, അവിടെ താമസിച്ചു, അതിൽ നിന്ന് നമ്മളൊന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അത് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നൽകുന്നില്ല. നമ്മൾ ആ വീട് ഒരിക്കലും വിറ്റൊഴിഞ്ഞിട്ട് മാറിപ്പോകാൻ പോകുന്നില്ല. നമ്മൾ അതിൽ എമോഷണലി അറ്റാച്ച്ഡ് ആണ്. സോ അത് നമ്മുടെ വെൽത്ത് അല്ല. നമ്മൾ അവിടെ താമസിക്കുന്നു, നമ്മുടെ ജീവിതകാലം മുഴുവനും അവിടെ തന്നെയാണ് കഴിഞ്ഞു കൂടാൻ പോകുന്നത്. നമ്മളത് വിൽക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ വെൽത്തിൻ്റെ ഭാഗമാകുന്നില്ല. ശരിക്കും അതിനൊരു വാല്യൂ വെച്ചിട്ട് എനിക്ക് ഇത്രയും ആസ്തി ഉണ്ടെന്ന് പറയാം, അതിൽ ഇത് കൂട്ടാം. അത് നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? അതിനെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ താമസിക്കുന്നതല്ലാതെ അതിൻ്റെ ഫിനാൻഷ്യൽ നേട്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സോ മൊത്തത്തിൽ നമ്മുടെ ലിറ്ററസിയെ എല്ലാ കാര്യത്തിലും യൂസ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് മലയാളികൾ ഇങ്ങനത്തെ പ്രോഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി പോലത്തെ പ്രോഗ്രസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മലയാളികൾ വേണ്ടുവോളം ഇൻവെസ്റ്റ് ചെയ്യാത്ത സ്ഥിതി മാറി ലക്ഷം കണക്കിന് പേര് അതിലോട്ട് വരുമ്പോൾ, അപ്പോൾ ഇങ്ങടെ പുറകെ നാട് ഓടുമ്പം നടുവേ ഓടാൻ കുറേ പേര് വരും. എന്നാൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം ശരിക്കും ഗുണകരമായിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിൽ എത്തുന്നുള്ളൂ. സോ ഈ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്യുക. പർട്ടിക്കുലർലി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ
ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഇക്വിറ്റിയിലോ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമല്ല ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട്സിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഇല്ല. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലേ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് അഡ്വൈസ് വേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഇത് ഗ്ലോബൽ ഫണ്ട്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ധാരണയും നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിനുള്ള കംപ്ലീറ്റ് അറിവും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും മാറ്റി ഇതിലോട്ട് വിശ്വാസം വരുന്ന രീതിക്കുള്ള സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടോ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടോ ആദ്യമായിട്ട് തുടക്കക്കാരാണെങ്കിലും വേണ്ടുവോളം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഇൻഫർമേഷനും സഹായവും നിങ്ങളെ ഈ യാത്രയിലോട്ട് നല്ല രീതിക്ക് ജൈത്രയാത്രയായിട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹായവും ചെയ്തു തരുന്നതാണ്. Mutual fund investments are subject to market risks. Read all scheme related documents carefully.